ലൈഫിൽ എന്തൊക്കെയോ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നൊക്കെയുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും കിടക്കാൻ നേരം ആലോചിക്കുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ ഈസിയാണ്. വൻ വിജയങ്ങൾ നേടിയ ആളുകളുടെ കൂടെ ഒരു 10 ദിവസം നിങ്ങൾ നടന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്തായിരിക്കും അറിയോ? ഇവരുടെ ചിന്തകൾ ഇവരെത്ര കൃത്യമായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനിടയിൽ വരുന്ന ആവശ്യമില്ലാത്തൊരു കാര്യത്തിനെയും ഉള്ളിലേക്ക് കയറ്റാൻ അവർ സമ്മതിക്കുന്നില്ല. ലേസി ആയിട്ടുള്ള ആളുകൾക്ക് ഈ സ്റ്റൈൽ പെട്ടെന്ന് മടുത്തു പോകും. കാരണം അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഓരോ വിലപ്പെട്ട ദിവസവും ഒരുപാട് വേസ്റ്റ് ചിന്തകളിലൂടെ അവരെ കടത്തിവിട്ട് കൺഫ്യൂഷനാക്കി ഇരിക്കണമെന്നുള്ളതാണ്. ഈ പരിപാടിക്ക് വിജയികളെയും ഡിസിപ്ലിനുള്ള ആളുകളെയും കിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 3 പോയിൻറ്റ്സിലൂടെ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പൈപ്പ് തന്നു, അതിലൂടെ വില കൂടിയ ഒരു വെള്ളം ഒഴുകി വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്കതൊരു സ്വർണ്ണത്തിൻ്റെ വെള്ളമാണെന്ന് വിചാരിക്കാം. നിങ്ങളോട് പറയുകയാണ് 2 മണിക്കൂർ ഇതിലൂടെ സ്വർണ്ണത്തിൻ്റെ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്കത് എവിടെയെങ്കിലുമൊക്കെ സംഭരിക്കാം. നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങൾ ആ പൈപ്പിനെ 100 പൈപ്പുകളിലേക്ക് മാറ്റി ആർക്കൊക്കെയോ കൊടുക്കുകയാണ്. എല്ലാവർക്കും കുറച്ച് കിട്ടി, നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇതാണ് ലേസി ആയിട്ടുള്ള ആളുകളുടെ ചിന്തകളിലും വിജയിച്ച ആളുകളുടെ ചിന്തകളിലും സംഭവിക്കുന്ന വ്യത്യാസം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ചിന്തകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അവർ എന്നോ നടന്ന പല കാര്യങ്ങളുടെ പുറത്തും ആർക്കൊക്കെയോ വേണ്ടി അവരുടെ ചിന്തകളെ, വിലപ്പെട്ട ചിന്തകളെ മാറ്റി നിർത്തുകയാണ്. അതിൽ പേടികളും ആങ്സൈറ്റികളും ഒക്കെ പെടുന്നുണ്ട്. പക്ഷേ ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്ത് വിജയം നേടുന്ന ഒരാൾക്ക് ആ ചിന്തകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ആ പൈപ്പിനെ ഒരു ടാങ്കിലേക്ക് പിടിക്കുന്നത് പോലെ തന്നെ അതിനെ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ 2 മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നേടാനുണ്ട് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അതിലേക്ക് മാത്രം ചിന്ത കൊടുത്തുകൊണ്ട് അവിടെ ഒരു വർക്ക് ഔട്ട്പുട്ട് എത്തിക്കാൻ രണ്ടാമത്തെ ആൾക്ക് സാധിക്കുന്നു. നിങ്ങളൊരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഈ എക്സാമ്പിൾ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എൻ്റെ മുന്നിൽ 2 മണിക്കൂറുണ്ട്, ഇതിനിടയിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. ആരൊക്കെയോ പറ്റി ചിന്തിച്ച്, എന്തൊക്കെയോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് എൻ്റെ വിലപ്പെട്ട ഈ സമയം എനിക്ക് കളയേണ്ട ആവശ്യമില്ല. എനിക്കിങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ട് എന്താണ് കിട്ടാനുള്ളത്? എനിക്ക് എന്നോ കഴിഞ്ഞു പോയ ആ കാര്യത്തിനെ പറ്റി ഇപ്പോൾ ആലോചിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അപ്പോൾ ചെയ്യുന്ന വർക്കിലേക്ക് ചിന്തകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വിജയികളുടെ ഒരു കഴിവാണ്. അവർ ഒരു വർക്കിന് വേണ്ടി ഒരു സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് അവർ അടങ്ങും. ഈ രീതിയിൽ നമുക്കെല്ലാവർക്കും മാറാൻ സാധിച്ചാൽ ഈ ലോകത്തിനെ തന്നെ പിടിച്ചാൽ കിട്ടില്ല, വേറെ ലെവലായി പോവും. അപ്പോൾ ഒരാളെ മടിയനാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അയാളുടെ ചിന്തകളാണ്. അല്ലാതെ അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ എനർജി ഇല്ലാത്തത് കൊണ്ടോ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാൻ ഇയാളുടെ ബ്രെയിനിന് ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിന് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ ബ്രെയിനിനെയും ചിന്തകളെയും പറഞ്ഞ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം. മോനെ, ഇന്ന് നിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ദിവസമാണ്. നിനക്ക് ഇങ്ങനൊരു കാര്യം നേടാനുണ്ട്, അതിനു വേണ്ടി ഒരു 4 മണിക്കൂർ നീ ഇരുന്നേ പറ്റൂ. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി അവിടെ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് നിൻ്റെ പരിപാടി. അല്ലാതെ വേറെ ആളുകളെ പറ്റി ആലോചിച്ചിരിക്കുക എന്നുള്ളതല്ല. നിൻ്റെ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിരുന്നാലൊന്നും നിൻ്റെ ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അതിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടാൻ നിങ്ങൾ പോകേണ്ട 3 പോയിൻറ്റുകളെ പറ്റിയാണ് ഞാനിവിടെ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിൻറ്റ്, റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇന്ന് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാനുണ്ട്, അത് 10 മണി മുതൽ 12 മണി വരെയാണ്, അല്ലെങ്കിൽ 10 മണി മുതൽ 2 മണി വരെയാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു പരിപാടിയും നീ ചെയ്യേണ്ട ആവശ്യമില്ല. നിൻ്റെ ഡ്യൂട്ടി ഇതാണ്, നിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കാനോ എഴുതി വെക്കാനോ നിങ്ങൾക്ക് സാധിക്കണം. ഇത് വിജയികളുടെ ഒരു സ്റ്റൈലാണ്. അവരുടെ കയ്യിലൊരു ജേണൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാവും, ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇത് രാവിലെ തന്നെ ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നവരോ ആയിരിക്കും അവർ. സുഹൃത്തെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, മനസ്സിനൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിൻ്റെ ഡ്യൂട്ടി ഇതാണ്, അത് ചെയ്തേ പറ്റൂ. ഓക്കെ, എഴുതി വെക്കുന്ന കാര്യം കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം വിഷ്വലൈസ് ആൻഡ് ടോക്ക് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ചിത്രങ്ങൾ കാണാനും സ്വയം പറയാനും നിങ്ങൾക്ക് കഴിയണം. ഇങ്ങനൊരു കാര്യം കഴിഞ്ഞ വ്യക്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. ഒരു 4 മണിക്കൂറുള്ള എൻ്റെ ആ ഒരു ടാർഗറ്റ് കഴിഞ്ഞ് സന്തോഷിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയണം. വരാൻ പോകുന്ന 4 മണിക്കൂറിനുള്ളിൽ ഞാനത് തീർത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കഴിയണം.
ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇങ്ങനെ പറയാം, മോനെ 2 മണീൻ്റെ ഇടയിൽ ഞാനത് തീർത്തിരിക്കും, അല്ലെങ്കിൽ മോളെ 2 മണീൻ്റെ ഇടയിൽ അത് തീർത്ത എന്നെ നിനക്ക് ഇവിടെ കാണാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വിജയികളുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവരോടുള്ള സെൽഫ് റെസ്പെക്റ്റ് കുറച്ച് കൂടുതലാണ് സുഹൃത്തെ. അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും, ഇന്ന് ഇങ്ങനൊരു കാര്യം ചെയ്താൽ ഞാൻ ആ ഒരു ഗഡ്സ് അവരുടെ ഉള്ള കുറച്ച് കൂടുതലാണ്. അത് നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഡിസ്ട്രാക്ഷനെ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരും അതിനോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യമേ ഐഡിയ ഉള്ളവരും ആയിരുന്നു ഈ വിജയികൾ. എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനിങ്ങനെ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ, ഞാനിങ്ങനെ ഒരു കാര്യത്തിലേക്ക് സമീപിക്കാനിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്, അവിടെ ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് അവരാദ്യമേ ഐഡിയ ഉള്ളവരായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്, എൻ്റെ സുഹൃത്ത് ഇങ്ങനെ വിളിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു മുടക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, ഇതിനൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ ചിന്തകൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവർ വന്നോട്ടെ പോയിക്കോട്ടെ, 1-2 മിനിറ്റ് ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കും, പക്ഷേ എൻ്റെ ചിന്ത ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ഡ്യൂട്ടി. സുഹൃത്തെ, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. പക്ഷെ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ്, അതൊരു കഴിവാണ്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എതിർപ്പുകൾ വരട്ടെ, ഡിസ്ട്രാക്ഷൻ വരട്ടെ, ഇത് നിങ്ങൾക്ക് ആദ്യമേ കാണാൻ കഴിയണം. അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ചോ, പക്ഷേ അതായിപ്പോരുത് നിങ്ങളുടെ അന്നത്തെ ചിന്ത. ഇനി ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? നിങ്ങളുടെ ഫോണായിരിക്കും. അതിലൊന്ന് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്ത് വെക്കുക, ഫ്ലൈറ്റ് മോഡാക്കി വെക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത ചിന്തകളെ വളരാൻ അനുവദിക്കരുത് എന്നുള്ള ഒരൊറ്റ പോയിൻ്റാണ്. ഈ കഴിവ് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ വരുന്ന 2-3 മാസത്തിനിടയിൽ തന്നെ നിങ്ങൾ വേറെ ലെവലായിട്ട് മാറുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ആവശ്യമില്ലാത്ത ചിന്തകളെ ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ എടുത്ത് താലോലിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇത് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് പലരും ലൈഫിൽ രക്ഷപ്പെടാത്തത്. ട്രസ്റ്റ് മീ, ആസ് എ ഗുഡ് ഫ്രണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ചിന്തകളുടെ മുകളിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിച്ചാൽ, ദിവസവും ഈ രീതിയിൽ നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലിലാവും. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.